जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാ ഭക്തരും ദിവസവും രാവിലെ ഇതുപോലെ നാമജപത്തിൽ കൂടുന്നുണ്ട്. വളരെ സന്തോഷകരമായ ഒരു കാര്യം. നമ്മള് മറ്റുള്ള എല്ലാ ഭക്തരെയും കൂടെ ഇതില് നമ്മൾ പ്രേരിപ്പിക്കണം. എൻ്റെ അടുത്ത് കുറേ ഭക്തന്മാര് വന്ന് പറഞ്ഞു, ഇത് ഒരു നല്ല സംരംഭമാണ്, ഞങ്ങൾക്ക് രാവിലെ അറിയാതെ തന്നെ എല്ലാം കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നു. എപ്പോഴും നമ്മുടെ കാര്യങ്ങളിൽ ആരെങ്കിലും ഒരാൾ നമ്മളെ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആരെങ്കിലും ഒന്ന് വീക്ഷിക്കുന്നു എന്ന് അറിഞ്ഞാല് നമ്മളത് കുറെ കൂടെ ശ്രദ്ധയോട് ചെയ്യും. അപ്പോ ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് എല്ലാവർക്കും അതിൽ പങ്കുചേരാനും കൃത്യമായി രാവിലെ ജപിക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ ഈ ഒരു തട്ടകം വളരെ ഉപയോഗമാണ്. അതുകൊണ്ട് മുടങ്ങാതെ നമ്മളും ഇതിൽ പങ്കുചേരുക, മറ്റുള്ളവരെയും കൂടെ എല്ലാവരെയും ഇതിലേക്ക് കൂടാൻ പ്രേരിപ്പിക്കുക. ഈ നാമജപത്തിന് ആയിരം മഹിമകളുണ്ട്. ഒരു ചെറിയ മഹിമ മാത്രം ഞാനിപ്പോൾ പറയാം. എല്ലാവർക്കും ശിക്ഷാഷ്ടകം അറിയാം. ചേതോ ദർപ്പണ മാർജനം. ദർപ്പണം എന്ന് വെച്ചാൽ കണ്ണാടി. ചിത്തമാകുന്ന, ബോധമാകുന്ന നമ്മുടെ കണ്ണാടി വൃത്തിയാക്കാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം, എൻ്റെ ബോധം, ഈ ബോധത്തിനെ വൃത്തിയാക്കിയാൽ, ഈ കണ്ണാടിയെ വൃത്തിയാക്കിയാൽ അതിൽ കാണുന്ന രൂപമെല്ലാം വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ബ്രഹ്മാവ് സൃഷ്ടിച്ച സമയത്ത് ഒരു ചെറിയ തെറ്റ് പറ്റി ബ്രഹ്മാവിന്. എന്താന്ന് വെച്ചാല്, 2 കണ്ണ് മുന്നിലാ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ലോകത്തിലുള്ള എല്ലാം കാണാം, പക്ഷെ നമുക്ക് നമ്മളെ കാണാൻ പറ്റില്ല. ആരെങ്കിലും സ്വന്തം മുഖം കണ്ടിട്ടുണ്ടോ കണ്ണാടി ഇല്ലാതെ? കണ്ണാടി ഇല്ലാതെ, ക്യാമറ ഇല്ലാതെ, ഒരു ഇതില്ലാതെ നമുക്ക് നമ്മുടെ മുഖം കാണാൻ പറ്റുമോ? പറ്റില്ല. എന്നാൽ നാട്ടുകാരുടെ എല്ലാ മുഖവും നമുക്ക് കാണാം, നമ്മുടെ സ്വന്തം മുഖം കാണാൻ പറ്റില്ല. എല്ലാവരെയും കണ്ട് അവർക്ക് ഇത് ശരിയല്ല അത് ശരിയല്ല എന്നൊക്കെ പറയാൻ പറ്റും, പക്ഷേ എനിക്ക് എൻ്റെ തെറ്റ് കാണാൻ പറ്റില്ല. അത് വലിയ ഒരു പോരായ്മയാണ് കലികാലത്ത്. നമ്മൾ എല്ലാവരെയും ഉപദേശിക്കും, എന്നാൽ അതേ തെറ്റ് വലിയ തോതിൽ നമ്മൾ ചെയ്യും. അങ്ങനത്തെ അനുഭവം ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? നമ്മൾ ആ തെറ്റ് ചെയ്യും, പക്ഷെ അതിനെ മറച്ചു വെച്ചിട്ട് അതേ തെറ്റ് ഇനി ഒരാൾ ചെയ്യുമ്പോൾ ഭയങ്കര ഉപദേശവും കുറ്റപ്പെടുത്തലും ഉണ്ടോ? ഇല്ലേ? കുറെ കാണും. ഒരുപാട് വീടുകളിൽ പോയി കഴിഞ്ഞാൽ സന്ധ്യക്ക് അമ്മമാരിരുന്ന് ടിവിയും ഫോണും ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. കുട്ടിയെടുത്ത് മിണ്ടാതെ പഠിക്കടാ എന്ന് വഴക്ക് പറയും. ഭാഗവതത്തിലും ഇതുപോലെ ഒന്നുണ്ട്. എന്താന്ന് വെച്ചാല്, ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, 2 അസുര സഹോദരന്മാർ നമുക്കെല്ലാവർക്കും അറിയാം. ജയവിജയന്മാർ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായിട്ട് ആദ്യം ജന്മം കൊണ്ടു. സമസ്ത രാജാക്കന്മാരെയും ഋഷിവര്യന്മാരെയും ബ്രാഹ്മണരെയും പീഡിപ്പിക്കുന്ന വിധത്തിലായിരുന്നു അവരുടെ ജീവിതം. എല്ലാവരും ഭഗവാൻ നാരായണനെ ശരണം പ്രാപിക്കും. ആ കഥയൊക്കെ ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അങ്ങനെ ഹിരണ്യാക്ഷൻ വരാഹമൂർത്തിയോട് ഏറ്റുമുട്ടി. എത്രയോ ദീർഘമായ കാലം നടന്ന ഒരു യുദ്ധം.
ആ യുദ്ധത്തിൽ അവസാനം വരാഹമൂർത്തി ഹിരണ്യാക്ഷനെ കൊല്ലും. ഹിരണ്യാക്ഷനെ വധിച്ചപ്പോൾ ഹിരണ്യാക്ഷൻ അവിടെ മരണപ്പെട്ട് കിടക്കുക. അദ്ദേഹത്തിന്റെ ദേഹത്തിന് ചുറ്റിയും അദ്ദേഹത്തിന്റെ പത്നിമാർ വന്ന് തലയിലടിച്ച് മാറിലടിച്ച് ഓ എന്ന് നിലവിളിച്ച് കരയുക. അപ്പോ അവിടെ ഹിരണ്യകശിപു വരും. ഭാഗവതത്തിൽ സുന്ദരമായ ഭാഗം ഹിരണ്യകശിപു പറയാ, തന്റെ സഹോദര പത്നിമാരെടുത്ത്, നിങ്ങൾ എന്തിനാ എല്ലാവരും വിലപിക്കുന്നത്? ഈ ലോകത്തിൽ ഒരു ബന്ധവും ശാശ്വതമല്ല. നമുക്കെല്ലാം ഒരു ദിവസം വിടേണ്ടി വരും. ഈ പറയണത് ആരാ പറയണത്? ഹിരണ്യകശിപു. കാരണം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ബന്ധങ്ങളെല്ലാം ശരീരത്തിനോടുള്ള ബന്ധങ്ങളാ, ആത്മാവിനോടുള്ള ബന്ധങ്ങളല്ല. ആത്മാവിനീ ഭൂമി സ്വന്തമില്ല, സ്വന്തം ദേഹവുമായൊരു ബന്ധമില്ല. ആത്മാക്കൾ തമ്മിലെ ബന്ധമുണ്ട്, പരമാത്മാവുമായൊരു ആത്മബന്ധം. ഹിരണ്യകശിപു പറയാ, നമുക്ക് ശരീരത്തിനോട് ഒരു ബന്ധവുമില്ല, ശരീരത്തിൽ ഉണ്ടായ ബന്ധങ്ങളോടും ഒരു ബന്ധമില്ല. ഈ ബന്ധങ്ങളെല്ലാം ഒരു ദിവസം നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. നമ്മൾ ആത്മാവാ, ശരീരമല്ല. ശാശ്വതം എന്ന് പറയുന്നത് ആത്മാവാണ്. ഈ ആത്മാ പരബ്രഹ്മത്തിന്റെ അംശമാണ്, ദൈവത്തിന്റെ അംശമാണ്. അതായത് ശരിക്കും ഒരു വൈഷ്ണവൻ, ഒരു കൃഷ്ണഭക്തൻ ഉപദേശിക്കുന്നത് പോലെ തന്നെ ഹിരണ്യകശിപു ഹിരണ്യാക്ഷന്റെ പത്നിമാർക്ക് ഉപദേശിച്ചു. നാരായണനാ പരമൻ, നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ അംശമാണ്. നഷ്ടപ്പെട്ടതോർത്ത് ഒന്നും ദുഃഖിക്കേണ്ട, കാരണം ഈ ആത്മാവ് അല്ലാതെ ശരീരം ശാശ്വതമല്ല. ഇതെല്ലാം പറഞ്ഞ് തന്റെ സഹോദരി പത്നിമാരെ സമാധാനിപ്പിച്ചു. ഇത്രയും അറിവുള്ള ഹിരണ്യകശിപു അടുത്തത് നേരെ ചെന്ന് ഭഗവാനെ എതിർക്കാൻ തുടങ്ങി. ആരും ഇനി നാരായണ മന്ത്രം എന്റെ രാജ്യത്തിൽ, എന്റെ ഭരണസമയത്ത് ജപിക്കാൻ പാടില്ല. എന്റെ നാമം ജപിക്കുക, ഞാൻ നാരായണനെ തോൽപ്പിക്കും. നോക്കിക്കോളൂ. ആദ്യം സഹോദര പത്നിമാരെടുത്ത് ഇത്രയും ഉപദേശിച്ച മനുഷ്യനാ നേരെ തലതിരിഞ്ഞു പോയത്. അപ്പോ ആ വ്യക്തിക്ക് അറിവുണ്ട്, പക്ഷെ ജ്ഞാനമില്ല. ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ടോ? ഓ പഠിച്ചിട്ടുണ്ട്. എത്ര 4 വട്ടം പഠിച്ചിട്ടുണ്ട്. ഭാഗവതം എനിക്ക് കുന്തിസ്തുതി കാണാതറിയാം, ഗോപികാഗീതം കാണാം, അതെല്ലാം അറിയാം. അറിവുണ്ട്, പക്ഷെ എന്തില്ല? ജ്ഞാനവും സാക്ഷാത്കാരവും ഇല്ല. ഈ അറിവ് നമ്മളെ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ സാക്ഷാത്കാരം ഉണ്ടാകുള്ളൂ. എന്തുകൊണ്ട് ഇപ്പൊ സാക്ഷാത്കാരം തടസ്സപ്പെടുന്നത്? എന്റെ ചിത്തമാകുന്ന, ബോധമാകുന്ന കണ്ണാടി പൊടി പിടിച്ചിരിക്കുക. ഈ തത്തയെ പഠിപ്പിക്കുന്നത് പോലെ. ഒരു ദിവസം ഒരു കാട്ടാളൻ തത്തയെ പിടിച്ചുകൊണ്ട് പോവുക കൂട്ടിലിട്ടിട്ട്. വഴിയിൽ ഒരു സന്യാസി കണ്ടു. അയ്യോ പാവം, ഈ തത്തയെ കാട്ടാളം പിടിച്ചുകൊണ്ട് പോകുന്നു. കുറച്ചു സമയത്തിൽ ഇതിനെ കൊന്നു തിന്നും. പാവം. ചോദിച്ച വില കൊടുത്ത് മേടിച്ചു ആ തത്തയെ. എന്നിട്ട് ആ സന്യാസി തത്തയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു, കാട്ടാളന്മാര് വന്ന് വല വിരിച്ചാൽ വീഴാൻ പാടില്ല. കാട്ടാളം വരും, വല വിരിക്കും, ധാന്യം വിതരും, വീഴാൻ പാടില്ല, എല്ലാം പഠിപ്പിച്ചു. അപ്പൊ ദിവസം രാവിലെ സന്യാസിയെ കാണുമ്പോ തത്ത പാടാൻ തുടങ്ങി. കാട്ടാളം വരും, വല വിരിക്കും. സന്യാസിക്ക് ബോധ്യമായി, തത്ത എല്ലാം പഠിച്ചു. തത്തയെ തുറന്നു വിട്ടു. തത്ത കാട്ടിൽ ചെന്ന് തന്റെ എല്ലാ ബന്ധുക്കളെ തത്തയ്ക്കും പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ തത്തയും പാട്ട് പഠിച്ചു. എല്ലാ തത്തയും കാട്ടാളം വരും, വല വിരിക്കും. ശരിക്കും ഒരു ദിവസം കാട്ടിൽ കാട്ടാളം വന്നു, വേട്ടക്കാരൻ വന്നു. വേട്ടക്കാരനെ കണ്ട ഉടനെ എല്ലാ തത്തയും പാട്ട് പഠിക്കായിരുന്നു, പാടാൻ തുടങ്ങി. കാട്ടാളം വന്നേ. കാട്ടാളം വിചാരിച്ച, അയ്യോ ഈ തത്തയൊക്കെ ഇത്രയും പഠിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ ജോലി പോയല്ലോ.
എന്നാലും വന്നതല്ലേ, ഒരു ശ്രമം നടത്താം എന്ന് പറഞ്ഞ് വല അങ്ങോട്ട് വിരിച്ചു. ഉടനെ എല്ലാ തത്തയും പാടി, കാട്ടാളം വന്നേ വല വിരിച്ചേ. വലയിട്ടു. കാട്ടാളം കുറെ ധാന്യങ്ങൾ വിതറി. തത്തകളെല്ലാം പാടി 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 എന്ത് ചെയ്തു? എല്ലാ തത്തയും വന്ന് വലയിലിരുന്നു. കാട്ടാള എല്ലാം പിടിച്ചോണ്ട്. ഇങ്ങനെ പഠിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ പഠിച്ചത് ജീവിതത്തിൽ പകർത്തി ആ ജ്ഞാനത്തിനെ, അറിവിനെ സാക്ഷാത്കാരമാക്കി മാറ്റണം. വലിയ ഉപദേശമാ ഹിരണ്യകശിപു തന്നത് തന്റെ സഹോദര പത്നിമാർക്ക്. പക്ഷേ ഒരു പ്രയോജനമില്ല. ഇതേപോലെ മഹാഭാരതത്തിലും ഒരു 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 ഇതുണ്ട്. മഹാഭാരതത്തിൽ എല്ലാവർക്കും അറിയാം ജയദ്രഥൻ എന്നൊരു കഥാപാത്രം. ഈ ജയദ്രഥൻ ആരാ? ദുഷളയുടെ ഭർത്താവ്. ദുഷള ആരാ? കൗരവന്മാരുടെ സഹോദരി. ദുര്യോധനൻ, ദുശാസനൻ, ഇവര് 100 എണ്ണം ഇല്ലേ? ഈ 100 എണ്ണത്തിൽ ഒരു പെൺകുട്ടിയും ഉണ്ട്, ഒരു സഹോദരി ദുഷള. ആ ദുഷളയുടെ ഭർത്താവാ ജയദ്രഥൻ. ജയദ്രഥനാണ് അഭിമന്യുവെ കൊല്ലാൻ പ്രധാന കാരണം. അടുത്ത ദിവസം അർജുനൻ ശപഥമെടുക്കും, ഞാൻ ജയദ്രഥനെ കൊല്ലും എന്ന് പറഞ്ഞ്. ഉടനെ ജയദ്രഥൻ ചെന്ന് ഒരു ഗുഹയ്ക്കകത്ത് ഒളിക്കും. ഇതാണ് ആ കഥയുടെ ഔട്ട്ലൈൻ. അന്ന് മുഴുവൻ ദിവസവും അർജുനൻ ജയദ്രഥനെ തപ്പി തപ്പി നടക്കുക, അന്വേഷിച്ച് നടക്കുക. ജയദ്രഥനെ കിട്ടിയില്ല. അവസാനം ആത്മഹത്യ ചെയ്യേണ്ട വക്കിലെത്തിയപ്പോൾ ഭഗവാൻ സുദർശന ചക്രത്തിനെ അയച്ച് സൂര്യനെ മറയ്ക്കും. ഓ അസ്തമിച്ചു എന്ന് പറഞ്ഞ് ജയദ്രഥൻ ഗുഹയ്ക്കകത്തിരുന്ന് പുറത്തു വരും. ഭഗവാൻ സുദർശന ചക്രത്തിനെ പിൻവലിക്കും. സൂര്യപ്രകാശം കിട്ടും. അർജുനന് കാണിച്ചു കൊടുക്കും. അതാ ജയദ്രഥൻ നിൽക്കുന്നു, കൊന്നോളാൻ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞതനുസരിച്ച് അർജുനൻ ജയദ്രഥനെ കൊന്നു. ഇത് കഥ മഹാഭാരതത്തിൽ, ഇത് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞിട്ട് ദുര്യോധനൻ പറയാ, എന്തൊരു ഭീരുവാണ് അർജുനൻ, എന്റെ സഹോദരിയുടെ ഭർത്താവിനെ കൊന്നു. അതും യുദ്ധം ചെയ്യാതെ മാറി നിന്ന ഒരു വ്യക്തിയെ കൊന്നു. ഇപ്പോൾ എന്റെ സഹോദരി വിധവയായി, ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി കഴിഞ്ഞു. ദുര്യോധനനാ പറയണ. അർജുനന് സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയില്ല, യുദ്ധമുറകൾ അറിയില്ല. യുദ്ധഭൂമിയിൽ ആരെങ്കിലും ആയുധം വെച്ച് കീഴടങ്ങിക്കഴിഞ്ഞാൽ അവരെ കൊല്ലാൻ പാടില്ല. ആരെങ്കിലും യുദ്ധഭൂമിയിലിരുന്ന് പുറം കാണിച്ച് തിരിച്ചു ഓടുവെങ്കിൽ അവരെ കൊല്ലാൻ പാടില്ല. ഈ നിയമമൊന്നും അർജുനന് അറിയില്ലേ? അർജുനന്റെ കൂടെ ഇരുന്ന കൃഷ്ണൻ ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ലേ? രഹസ്യമായി ചതിയിൽ കൂടെ എന്റെ സഹോദരിയുടെ ഭർത്താവിനെ കൊന്നു. എന്റെ സഹോദരി ഇപ്പോൾ വിധവയായി. ഒരു സ്ത്രീയെ മാനിക്കാത്ത ഇവരെല്ലാം നാളെ എങ്ങനെ രാജ്യം ഭരിക്കും? സ്ത്രീകളെ ബഹുമാനിച്ചാൽ മാത്രമേ ആ രാജ്യത്തിലും വീട്ടിലും ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ. സ്ത്രീകൾ ലക്ഷ്മിയുടെ പ്രതീകമാണ്. ഇതൊക്കെ ആരാ പറയണത്? ദുര്യോധനനാ പറയണത്. ഈ ദുര്യോധനനാണ് ദ്രൗപദിയെ അത്രയും വലിയ സദസ്സിൽ വെച്ച് വസ്ത്രാക്ഷേപം നടത്തിയത്. നോക്കിക്കോളൂ. അതായത് ഈ ബോധം ശുദ്ധമല്ലെങ്കിൽ നമ്മൾ നാട്ടുകാരെ എല്ലാം ഉപദേശിക്കും. ഈ പറയുന്ന എല്ലാ തെറ്റും നമ്മൾ ചെയ്യും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇത് സംഭവിച്ചിട്ടുണ്ടാകും. നമ്മൾ ഈ തെറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരെല്ലാം നന്നാക്കാൻ ശ്രമിക്കും. എന്റെ കുറ്റം കാണാതെ അടുത്തവരുടെ കുറ്റം മാത്രം കാണാൻ സാധിക്കുന്ന. എന്തുകൊണ്ടാ? മനസ്സാകുന്ന കണ്ണാടി വൃത്തിയായിട്ടില്ല. ആ കണ്ണാടി ആദ്യം വൃത്തിയാകും. നമുക്ക് നമ്മുടെ മനസ്സാകുന്ന കണ്ണാടിയെ വൃത്തിയാക്കിയാൽ മാത്രമേ ജ്ഞാനത്തിനെ സാക്ഷാത്കാരമാക്കി മാറ്റാൻ പറ്റൂ. ചേതോ ദർപ്പണ മാർജനം. അപ്പൊ ജപം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാല്, നമ്മുടെ ചിത്തം, ബോധമാകുന്ന കണ്ണാടിയെ നമ്മൾ മാർജനം വൃത്തിയാക്കുക.
ചേതോ ദർപ്പണ മാർജനം, ഈ കണ്ണാടിയെ വൃത്തിയാക്കി. ബോധമാകുന്ന ഈ കണ്ണാടിയെ വൃത്തിയാക്കിയാൽ നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റും. അടുത്തവരുടെ കുറ്റം കാണുന്നതോടൊപ്പം നമ്മുടെ തെറ്റുകുറ്റങ്ങളും കാണാം. അപ്പൊ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കാണാൻ പറ്റുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വിനയമുണ്ടാകും. അപ്പോ ഈ രാവിലത്തെ നാമജപത്തിന് അത്രയും പ്രാധാന്യം. എല്ലാവരും സമ്മതിക്കുന്നുണ്ടോ? നമുക്ക് കുഴപ്പമുണ്ട്, അടുത്തവരെ കുഴപ്പം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അല്ലേ? വളരെ ശ്രദ്ധയോട് ജപം രാവിലെ ചെയ്യണം. മറ്റുള്ളവരെ ജപിക്കാൻ പ്രേരിപ്പിക്കണം. കൂടുതൽ ആൾക്കാരെ ഇതിലെ പങ്കെടുപ്പിക്കണം. ഹരേ കൃഷ്ണ.